ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? എല്ലാവരുടെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടേനു? നമ്മളുടെ പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് വാങ്ങിയ ബ്രെഡ് വീട്ടിലുണ്ടേനു. അപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആവാനായി. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൂടിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കി ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ. ഇത് കുറച്ച് മുന്നേ വൈറൽ റെസിപ്പി ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ട്രെൻഡ് കഴിഞ്ഞാലോ കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മളെ കൈമേലേക്ക് കുറച്ച് ഓയിൽ അങ്ങാക്കി കൊടുത്തിട്ട് ഇതൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ക്രാക്കൊന്നും ഇല്ലാണ്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകും ഗുലാബ് ജാമുന്. അപ്പോൾ ക്രാക്ക് ഇല്ലാണ്ട് നോക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 8 സ്ലൈസ് ബ്രെഡ് ആട്ടോ എടുത്തത്. അതിന് എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ. ഓയിൽ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഷുഗർ സിറപ്പില്ലേ അതും കൂടി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നപ്പോൾ അതിലേക്ക് തന്നെ 2 ഏലക്കായും കൂടി ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഷുഗർ സിറപ്പ് വല്ലാണ്ട് അങ്ങ് കട്ടിയാവണ്ട, ഒന്ന് തിക്കായി കിട്ടണം കേട്ടോ. തിളച്ച് കഴിഞ്ഞാലും അന്നപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യരുത്. ഒന്ന് തിക്കാവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാട്ടോ. തീ കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടൂല, പുറമെ മാത്രം പെട്ടെന്ന് കളർ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഗുലാബ് ജാമുന് ഏകദേശം ഒരു സൈഡ് ആയാലും ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡും കൂടി അതേപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ മതി. എന്നിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മളെ ഷുഗർ സിറപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഓഫ് ചെയ്യരുത്. അതൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക. വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോകരുത്. ഒറ്റനൂൽ പരുവോ അങ്ങനെ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കട്ടിയായാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്ത പോലാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ബ്രെഡും കാലിയായി, നല്ലൊരു ഗുലാബ് ജാമുനും കിട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ